അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മുട്ട അവിയൽ. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ. എന്നിട്ട് ഞാൻ കുറച്ച് ഒരു സവാള, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു പൊട്ടാറ്റോ, പച്ചമുളക്, തക്കാളി, ഇത് ഇത്രയും കൂടെ ചട്ടിക്കകത്തിട്ട് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഇനി ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് നല്ല 4ആയിട്ട് കീറിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പുണ്ടാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് തേങ്ങ തിരുകിയത്, അതിനകത്തോട്ട് ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി എടുക്കാം, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ജീരകം, ഇത് ഇത്രയും നമുക്കിട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ അവിയലിന് അരയ്ക്കുന്ന രീതിയിൽ അരച്ചെടുക്കാം. ചില ആൾക്കാർ പിന്നെ ചതയ്ക്കത്തേ ഉള്ളൂ, പക്ഷെ ഞാൻ അവിയലിന് നന്നായിട്ട് അരയ്ക്കും കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണം ഇവിടെ വേവുന്ന സമയത്ത് നമുക്കിതുകൊണ്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മുട്ട അവിയൽ. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഈ കഷ്ണങ്ങൾ വേവുന്ന ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വേവുന്ന സമയത്ത് ഞാനിവിടെ മുട്ട 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയിട്ട് 4ആയിട്ട് കീറി വെച്ചേക്കാണ് കേട്ടോ മുട്ട. അത് നമുക്ക് ഇഷ്ടത്തിന് വേണ്ടി കീറാം. ഞാനിപ്പോൾ 4ആയിട്ടാണ് കീറിയിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് വെന്തോന്ന് നോക്കി നല്ലതായിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്തോന്ന് നോക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാലല്ലേ നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. വെന്ത സമയത്ത് നമുക്കിനിയിപ്പോൾ ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിനകത്തോട്ട് മിക്സ് ചെയ്ത് ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. നമ്മളിവിടെ കുറച്ച് ലൂസായിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും. ചില ആൾക്കാർ ഈ പരുവത്തിൽ മാത്രമേ അവിയൽ എടുക്കത്തുള്ളൂ. നമ്മളാണെങ്കിൽ ഇച്ചിരി നല്ല ലൂസ് അവിയലാണ് കേട്ടോ, നമ്മുടെ നല്ല ലൂസായിട്ടിരിക്കും. അപ്പം ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് അത് അടച്ചു വെക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഇടാം, ഞാനിവിടെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ അരപ്പ് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിത് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട അവിയലാണ്. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീട്ടിൽ കാണുന്നവരെ ബൈ.